ഹായ് ഓൾ വെൽക്കം ടു ക്ലാസ്മേറ്റ് ലേണിംഗ്. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നാലാമത്തെ ചാപ്റ്ററിലെ 9ാം ക്ലാസ്സിലെ നാലാമത്തെ ചാപ്റ്ററിലെ മൂന്നാമത്തെ സെക്ഷനായ നമ്പർ ക്യൂരിയോസിറ്റീസ് ക്രിയാ കൗതുകങ്ങളിലെ അൺസോൾവ്ഡ് ക്വസ്റ്റ്യൻസ് രണ്ടെണ്ണം ഉണ്ട്. അതിൽ ആദ്യത്തെ ചോദ്യമാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. അതിൻ്റെ സൊല്യൂഷൻ നമ്മൾ കണ്ടുപിടിക്കാൻ പോവുകയാണ്. സോ ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോവാം. അപ്പോൾ ഇത് നമ്മൾ കലണ്ടർ മാത്തും ക്വസ്റ്റ്യൻ ഡയഗണൽ മൾട്ടിപ്ലിക്കേഷനൊക്കെ പഠിച്ചൊരു ചാപ്റ്ററാണ്. നമുക്ക് ഇതിലെന്താണ് ചോദിച്ചിരിക്കുന്നതെന്ന് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്, റൈറ്റ് നമ്പേഴ്സ് ആസ് ഷോൺ ബിലോ. ചുവടെ കാണിച്ചിരിക്കുന്ന പോലെ സംഖ്യകൾ എഴുതുക. ഇത് കണ്ടോ, 1 2 3 4 5 6 7 8 9 10 ഇങ്ങനെ പോകുന്ന ഈ രീതിയിൽ നമ്പേഴ്സ് എഴുതുക. അതിൽ ഫസ്റ്റ് സബ് ക്വസ്റ്റ്യൻ ഇതാണ്, ആസ് വി ഡിഡ് ഇൻ ദ കലണ്ടർ മാർക്ക് എ സ്ക്വയർ ഓഫ് 4 നമ്പേഴ്സ് ആൻഡ് ഫൈൻഡ് ദ ഡിഫറൻസ് ഓഫ് ഡയഗണൽ പ്രോഡക്ട്സ്. ഡു വി ഗെറ്റ് ദ സെയിം ഡിഫറൻസ് ഫോർ എനി സച്ച് സ്ക്വയർ? കലണ്ടറിൽ ചെയ്തതുപോലെ 4 സംഖ്യകളുള്ള ഒരു സമചതുരം അടയാളപ്പെടുത്തി സംഖ്യകൾ കോണോട് കോൺ ഗുണിച്ച് വ്യത്യാസം കണ്ടുപിടിക്കുക. ഏത് സമചതുരത്തിലെ 4 സംഖ്യകൾ എടുത്താലും ഒരേ വ്യത്യാസമാണ് കിട്ടുന്നത്. സിമ്പിളാണ്, നമ്മൾ നേരത്തെ ചെയ്ത പോലെയുള്ള കാര്യമാണ്. എന്ത്, നമ്മളിതിൽ 4 സംഖ്യകൾ വരുന്ന 4 നമ്പേഴ്സ് വരുന്ന ഒരു സ്ക്വയർ നമ്മൾ സെലക്ട് ചെയ്യുക. എന്നിട്ട് അതിൽ നമ്പേഴ്സ് ഡയഗണലായിട്ട് എന്ത് ചെയ്യുക, പ്രോഡക്റ്റ് എടുക്കുക. നമ്മളിപ്പോൾ ഫോർ എക്സാമ്പിൾ ഇതാണ് സെലക്ട് ചെയ്യുന്നതെങ്കിൽ 2 × 8 പ്രോഡക്റ്റ് എടുക്കുക, 7 × 3 അതിൻ്റെ പ്രോഡക്റ്റ് എടുക്കുക, ഗുണിക്കുക, 2 × 8 ഗുണിക്കുക, 7 3 തമ്മിൽ ഗുണിക്കുക. എന്നിട്ട് ആ ഗുണനഫലത്തിന്റെ വ്യത്യാസം, പ്രോഡക്റ്റ് ഡിഫറൻസ് ഓഫ് ദീസ് പ്രോഡക്റ്റ് അതെന്താണെന്ന് കണ്ടുപിടിക്കുക. ഇതുപോലെ എത്രയാണെന്ന് നമ്മൾ ആദ്യം കണ്ടുപിടിക്കുക. എന്നിട്ട് വേറൊരു സ്ക്വയർ എന്ത് ചെയ്യുക, ഇതുപോലെ സെലക്ട് ചെയ്യുക. എന്നിട്ട് അതിൻ്റെയും ഇതുപോലെ ഡയഗണൽ പ്രോഡക്റ്റ് കണ്ടുപിടിക്കുക, അതിൻ്റെ ഡിഫറൻസും കണ്ടുപിടിക്കുക. അപ്പോൾ ഇതാണ് നമുക്ക് ഫസ്റ്റ് തന്നിട്ടുള്ള ക്വസ്റ്റ്യൻ. അപ്പോൾ നമുക്ക് ആ ക്വസ്റ്റ്യനിലേക്ക് പോകാം. അപ്പോൾ നമുക്ക് ആദ്യം എന്ത് ചെയ്യാം, എല്ലാത്തിലും ചെയ്യുന്ന പോലെ നമുക്ക് ഒരു സ്ക്വയർ സെലക്ട് ചെയ്യാം. നമ്മൾ നേരത്തെ തൊട്ട് മുമ്പ് വരച്ച പോലെ തന്നെ 2 3 7 8 ഈ ഒരു സ്ക്വയർ നമ്മൾ സെലക്ട് ചെയ്താൽ, ഈ ഒരു സമചതുരം നമ്മൾ സെലക്ട് ചെയ്താൽ ഈ 4 നമ്പേഴ്സ് 2 3 7 8 അപ്പോൾ ഇത് തമ്മിൽ ഇങ്ങനെ മൾട്ടിപ്ലൈ ആണ് അല്ലേ, ഇങ്ങനെ മൾട്ടിപ്ലൈ ആണ്. അപ്പോൾ 2 × 8 ഫസ്റ്റ് നമുക്ക് എന്ത് ചെയ്യാം, 2 × 8 എടുത്താൽ എന്ത് വരും, 16 അല്ലേ. 2 × 8 16 16 വരും. അടുത്ത് 7 × 3 7 × 3 എന്ത് വരും, 21 21 വരും അല്ലേ, 21. അപ്പോൾ ഡയഗണലി നമ്മൾ എന്ത് ചെയ്തു, എൻ്റെ ക്രോസ് ആയിട്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ഇവിടുത്തെ വ്യത്യാസം എന്താ വരുന്നത്, ഡിഫറൻസ് 5 ആണ് വരുന്നത്. ഡിഫറൻസ് എന്ത് വരുന്നു, 5 വരുന്നു. ഡിഫറൻസ് ആണ് ദിസ് വൺ, ഡിഫറൻസ് ഈക്വൽ ടു 5. ഇനി അടുത്ത് നമുക്ക് വേറൊരു സ്ക്വയർ എടുക്കാം. ഇതിന് 5 കിട്ടി. നമുക്ക് വേറൊരു സ്ക്വയറിന് ഇതുപോലെയാണ് നമുക്ക് ചെക്ക് ചെയ്യണ്ടേ, ചെക്ക് ചെയ്യണം. മറ്റൊരു സ്ക്വയർ എടുക്കും, ഇത് 14 15 19 20. നിങ്ങൾക്ക് ഇഷ്ടമുള്ള സ്ക്വയർ എടുക്കാം കേട്ടോ. ഞാൻ അടുത്ത ഈ ഒരു സ്ക്വയർ എടുത്ത് ചെക്ക് ചെയ്യുന്നു. അപ്പോൾ ആദ്യം എന്ത് ചെയ്യണം, 14 20 മൾട്ടിപ്ലൈ ചെയ്യുന്നു. 14 × 20 എന്ത് വരും, 14 × 20 ചെയ്യുമ്പോൾ സോ 14 × 2 is 28, then 0, so 280 280. 14 × 20 എന്താണ്, 280. then അടുത്തെന്താണ്, 19 × 15 19 × 15 19 × 15. so 10 times 19 ആകുമ്പോൾ 190 190. then 5 times 19 ആകുമ്പോൾ എന്ത് വരും, 95. അപ്പോൾ നമുക്കിതിൽ എന്ത് എഴുതാം, 190 + 95 285 285. 190 95 285. സോ ഇതിന്റെ ഡിഫറൻസ് എന്താണ്, ഇതിന്റെ ഡിഫറൻസും 5 ആണ് അല്ലേ, ഇതിന്റെ വ്യത്യാസവും 5 തന്നെയാണ് വരുന്നത്. ഇനി നമുക്ക് വേറൊരു ഇതെടുത്ത് നോക്കിയാലോ, വേറൊരു സ്ക്വയർ കൂടെ എടുത്ത് നോക്കാം. മൂന്നാമതൊരു സ്ക്വയർ നമ്മൾ ഇവിടെ എടുക്കുകയാണ്. 16 17 21 22 ഇങ്ങനൊരു സ്ക്വയർ എടുക്കുന്നു. അപ്പോൾ ഇവിടെ നമുക്ക് ഡയഗണൽ പ്രോഡക്റ്റ് എടുത്താലോ, 16 × 22 എന്ത് വരും, 16 × 22 എന്ത് വരുന്നു, നമുക്ക് 16 10 times 220. then നെക്സ്റ്റ് വരുമ്പോൾ നമുക്ക് 352 എന്ന് കിട്ടും, 352. അടുത്തെന്താണ്, 21 × 17 21 × 17 21 × 17. സോ 20 ടൈംസ് ആകുമ്പോൾ 17 വരുമ്പോൾ നമുക്ക് 21 × 17 അല്ലേ, 21 × 17 ആകുമ്പോൾ 20 ടൈംസ് വരുമ്പോൾ 340 വരും. 340ൽ നിന്ന് 340 പ്ലസ് ഒരു 17 കൂടെ, 340 + 17 357 357. സോ ഇവിടുത്തെ വ്യത്യാസം എന്താവുന്നത്, ഇവിടെയും 5 തന്നെയാണ് ഡിഫറൻസ് വന്നുണ്ടോ, ഇവിടെ 5 ആണ് ഡിഫറൻസ് വന്നത്. അപ്പോൾ ഇതെല്ലാത്തിലും ഇങ്ങനെ ഒരു സ്ക്വയർ നമ്മൾ പരിഗണിച്ചാൽ അതിൻ്റെ ഡയഗണൽ പ്രോഡക്റ്റ് വികരണങ്ങളിലൂടെയുള്ള സംഖ്യകളുടെ ഗുണനഫലത്തിന്റെ വ്യത്യാസം നമ്മൾ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, 5 ആണ് കിട്ടുക കേട്ടോ, 5 ആണ് കിട്ടുക. അപ്പോൾ അവർ ചോദിക്കുന്നു, ഇങ്ങനെയുള്ള സംഖ്യകളിലെ ഒരേ വ്യത്യാസമാണോ കിട്ടുന്നത്? അതെ, യെസ്, വി ആർ ഗെറ്റിംഗ് എ സെയിം ഡിഫറൻസ് ഓഫ് എത്ര, 5. ഒരേ വ്യത്യാസമാണ് കിട്ടുന്നത്. ആ വ്യത്യാസം എത്രയാണ്, 5. അങ്ങനെയെങ്കിൽ അവരടുത്ത് ചോദിച്ചിരിക്കുന്ന
സബ് ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. ഇത് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ്. രണ്ടാമത്തത് എക്സ്പ്ലെയിൻ വൈ ദിസ് ഈസ് സോ യൂസിങ് ഓൾജിബ്ര. ഇത് എന്തുകൊണ്ടാണെന്ന് ബീജഗണിതം ഉപയോഗിച്ച് വിശദീകരിക്കുക. അപ്പോൾ ഈ രീതി എന്തുകൊണ്ട് വരുന്ന ബീജഗണിതം ഉപയോഗിച്ച് വിശദീകരിക്കാൻ നമുക്ക് എന്ത് ചെയ്യാം, ഈ ടേബിൾ ആദ്യം എടുക്കണം. ഈ ടേബിൾ ആദ്യം എടുത്തിട്ട് ഇതിൽ നമ്പേഴ്സ് തമ്മിലുള്ള ബന്ധം എന്ത് ചെയ്യുക, ആദ്യം കണ്ടുപിടിക്കണം. അതിന് സിമ്പിളാണ്, ഒറ്റ കാര്യം ചെയ്യേണ്ടുള്ളൂ. ആദ്യത്തെ നമ്പർ 1ന് വരെ എന്തെടുക്കുക, എക്സ് എന്ന് എടുക്കുക. എക്സ് ഈക്വൽ ടു 1 ആണെങ്കിൽ 2 എങ്ങനെ കിട്ടും? 1ൻ്റെ കൂടെ എന്ത് കൂട്ടിയപ്പോഴാണ് 2 കൂട്ടുന്നത്? 1 കൂട്ടിയപ്പോൾ. അപ്പോൾ എക്സ് പ്ലസ് 1 ആണ് ഇവിടെ വരുന്നത്. അടുത്ത് 1ൻ്റെ കൂടെ എന്ത് കൂട്ടുമ്പോഴാണ് 6 കിട്ടുന്നത്? 1ൻ്റെ കൂടെ 5 കൂട്ടിയപ്പോഴാണ് 6 കിട്ടുക. സോ എക്സിൻ്റെ കൂടെ എന്ത് ചെയ്യണം? 5 കൂട്ടണം. അടുത്ത് 7 കിട്ടുന്നത് എങ്ങനെയാ? 1ൻ്റെ കൂടെ എത്ര കൂട്ടിയപ്പോഴാണ് 7 കിട്ടിയത്? 6 കൂട്ടിയപ്പോൾ അല്ലേ? അപ്പോൾ എക്സിൻ്റെ കൂടെ എന്ത് ചെയ്യണം? 6 കൂട്ടണം. അപ്പോൾ ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. ഏത് നമ്പർ വേണം എടുക്കാം. ഇപ്പോൾ നമുക്ക് ഈ 12 വേണം എടുക്കാം. 12ന് എക്സ് ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ 12ൻ്റെ കൂടെ എത്ര കിട്ടിയപ്പോഴാണ് 13 കിട്ടിയത്? 1 കൂട്ടിയപ്പോൾ അത് എക്സ് പ്ലസ് 1 ആയിട്ട് വരും. അടുത്ത് 12ൻ്റെ കൂടെ എത്ര കൂട്ടിയപ്പോഴാണ് 17 കിട്ടിയത്? 5 കൂട്ടിയപ്പോൾ അല്ലേ? എക്സ് പ്ലസ് 5 ആണ് 17. 12 പ്ലസ് 5 17. സോ എക്സ് 12 ആയതുകൊണ്ട് എക്സ് പ്ലസ് 5 ആയിരിക്കും 17. സോ 18 കിട്ടാനോ എക്സ് പ്ലസ് 6 ചെയ്യണം അല്ലേ? 12ൻ്റെ കൂടെ 6 കൂട്ടിയാൽ നമുക്ക് 12 പ്ലസ് 6 ആണ് 18. സോ 12 എക്സ് ആയതുകൊണ്ട് എക്സ് പ്ലസ് 6 ആണ് 18 വരിക. സോ എക്സ് എക്സ് പ്ലസ് 1 എക്സ് പ്ലസ് 5 എക്സ് പ്ലസ് 6 എക്സ് എക്സ് പ്ലസ് 1 എക്സ് പ്ലസ് 5 എക്സ് പ്ലസ് 6. അപ്പോൾ നിങ്ങൾ ഏത് നമ്പർ നിങ്ങൾ ബേസ് ആയിട്ട് എടുത്താലും ഇങ്ങനെ നിങ്ങൾക്ക് ആ സംഖ്യകൾ കിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് എഴുതാലോ. എങ്ങനെയാണ് വരുന്നത്? എക്സ് നമ്പേഴ്സ് എങ്ങനെ വരും? എക്സ് എക്സ് പ്ലസ് 1 എക്സ് പ്ലസ് 5 എക്സ് പ്ലസ് 6. ഇങ്ങനെയാണ് നമുക്ക് നമ്പേഴ്സ് വരിക. ഇനി എന്താണ് ഇനി ചെയ്യേണ്ടത്? ഇതിൻ്റെ ഡയഗണൽ പ്രോഡക്റ്റ് ആണ്. ഇതിൻ്റെ വികരണങ്ങളോട് ഗുണിക്കണം അല്ലേ? ആദ്യത്തെ എന്ത്? എക്സ് ഇൻറ്റു എക്സ് പ്ലസ് 6. എക്സ് ഇൻറ്റു എക്സ് പ്ലസ് 6 ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? എക്സ് ഇൻറ്റു എക്സ് എക്സ് സ്ക്വയർ. അടുത്ത് എക്സ് ഇൻറ്റു 6 പ്ലസ് 6x. ഓക്കെ. അടുത്താണ് എക്സ് പ്ലസ് 5 ഇൻറ്റു എക്സ് പ്ലസ് 1 എക്സ് പ്ലസ് 5 ഇൻറ്റു എക്സ് പ്ലസ് 1 എക്സ് പ്ലസ് 5 ഇൻറ്റു എക്സ് പ്ലസ് 1. അപ്പോൾ എക്സ് ഇൻറ്റു എക്സ് എന്ത് വരും? എക്സ് സ്ക്വയർ വരും. അടുത്ത് എക്സ് ഇൻറ്റു 1 എന്ത് വരും? 1x വരും. പ്ലസ് 5 ഇൻറ്റു എക്സ് എന്ത് വരും? 5x വരും. പ്ലസ് 5 ഇൻറ്റു 1 എന്ത് വരും? 5 വരും. സോ ഇവിടെ എന്ത് തോന്നുന്നു? എക്സ് സ്ക്വയർ പ്ലസ് എക്സ് പ്ലസ് 5x 6x പ്ലസ് 5. അപ്പോൾ ഇത് രണ്ടും പരിഗണിക്കുകയാണെങ്കിൽ, ഇത് രണ്ടും നമ്മൾ നോക്കുകയാണെങ്കിൽ ഇവിടെ എക്സ് സ്ക്വയർ പ്ലസ് 6x ഇവിടെ എക്സ് സ്ക്വയർ പ്ലസ് 6x പ്ലസ് 5. അപ്പോൾ ഇവിടെ ഒരു പ്ലസ് 5 എന്ത് ചെയ്തു? എക്സ്ട്രാ വന്നു. അപ്പോൾ ഇങ്ങനെ പ്ലസ് 5 എക്സ്ട്രാ വന്നതുകൊണ്ട് നമ്മൾ ഇതിൽ ഏത് നമ്പേഴ്സ് ഇങ്ങനെ 4 നമ്പേഴ്സ് സ്ക്വയറിൻ്റെ രൂപത്തിലെടുത്താലും അതിൻ്റെ ഡയഗണൽ പ്രോഡക്റ്റിൻ്റെ ഡിഫറൻസ് എന്തായിരിക്കും? 5 തന്നെ ആയിരിക്കും. ആ വ്യത്യാസം എന്തായിരിക്കും? ആ ഗുണനഫലങ്ങളുടെ വ്യത്യാസം 5 തന്നെ ആയിരിക്കും കേട്ടോ. ഇങ്ങനെയാണ് നമ്മൾ ഓൾജിബ്ര യൂസ് ചെയ്ത്. ഹെൻസ് വി പ്രൂവ് ദാറ്റ് എന്താണ്? ദിസ് ഇസ് ട്രൂ. ഓക്കെ, ഇതെന്താണെന്ന് ഇത് ഓക്കെ ആണ്. ഇത് ശരിക്കും ഡയഗണൽ പ്രോഡക്റ്റ് 5 തന്നെ കിട്ടുമെന്ന് നമ്മൾ എന്ത് ചെയ്തു? തെളിയിച്ചു കേട്ടോ. അപ്പോൾ ഇങ്ങനെയാണിത് തെളിയിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇതിൻ്റെ സെക്കൻഡ് ക്വസ്റ്റ്യനുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ മനസ്സിലായി, ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ സജസ്റ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. സോ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.